Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിൽ പറഞ്ഞിരുന്നത് പോലെ തേർഡ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് രണ്ട് ടോപ്പിക്കാണ് വരുന്നത്, സോളിഡ് വേസ്റ്റ് ആൻഡ് ലാൻഡ് പൊല്യൂഷൻ. സോളിഡ് വേസ്റ്റിൽ എഗെയിൻ 4 സബ് ടോപ്പിക്സ് ഉണ്ട്. ഈ 4 സബ് ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ നമ്മൾ എന്താണ് ലാൻഡ് പൊല്യൂഷൻ ആൻഡ് കോസസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇഫക്ട്സ് ഓഫ് അർബനൈസേഷൻ ഓൺ ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് ഇമ്പാക്ട് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ ഓൺ സോയിൽ. ഈ രണ്ട് ടോപ്പിക്സിനെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇഫക്റ്റ് ഓഫ് അർബനൈസേഷൻ ഓൺ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് അർബനൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. അർബനൈസേഷൻ ഇസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. ടൗൺസിലും സിറ്റീസിലും ഇൻഹാബിറ്റൻസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അർബനൈസേഷൻ എന്ന് പറയുന്നത്. അർബനൈസേഷൻ occurs because people move from rural areas to urban areas. റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലോട്ട് ഹ്യൂമൻ ബീങ്സ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അർബനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് കൺട്രി സൈഡിൽ നിന്നും ആൾക്കാർ ടൗൺസിലോട്ടും സിറ്റീസിലോട്ടും മാറി താമസിക്കുമ്പോഴാണ് നമ്മൾ അർബനൈസേഷൻ ഉണ്ടായി എന്ന് പറയുന്നത്. So urbanization is the increased number of inhabitants in the urban areas. Urban areasലെ inhabitants-ന്റെ number increase ചെയ്യുന്നതിനെയാണ് നമ്മൾ urbanization എന്ന് പറയുന്നത്. The trend of urbanization has been in its greatest boom since 1980s. ഈ urbanization വന്നു തുടങ്ങുന്നത് 1980s-ലാണ്. Presently, more and more people flock towards cities for better living conditions and facilities. Current scenario il better living conditions നും facilitiesനും വേണ്ടി കൂടുതൽ ആൾക്കാർ cities and towns-ലോട്ട് move ചെയ്യുന്നു. Okay, so ഇത്രയും points ആണ് urbanization എന്ന ടോപ്പിക്കിൽ നിങ്ങൾ അറിയേണ്ടത്. Then next, effects of urbanization on land degradation. ലാൻഡ് ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ ലാൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യുന്നതിൽ അർബനൈസേഷന്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഇസ് സോയിൽ ഇറോഷൻ. കൺവേർഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് ആസ് വെൽ ആസ് റീക്ലെയിമിംഗ് ഓഫ് വെറ്റ്ലാൻഡ്സ് ഫോർ അർബൻ യൂസസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആർ അസോസിയേറ്റഡ് വിത്ത് വൈഡ് സ്പ്രെഡ് റിമൂവൽ ഓഫ് വെജിറ്റേഷൻ ടു സപ്പോർട്ട് urban ecosystem, which in turn lead to soil erosion. The conversion of Earth's land surface to urban uses is one of the most irreversible human impacts on the global biosphere. It drives the loss of farmland, affects local climate, fragments habitats, and threatens biodiversity. So, urbanization on land degradation le first point ആണ് soil erosion. അർബൻ യൂസസിന് വേണ്ടിയിട്ട്, അതായത് കൂടുതൽ ആൾക്കാർ കൺട്രി സൈഡ്സിൽ നിന്നും ടൗൺസിലോട്ടും സിറ്റീസിലോട്ടും മാറുമ്പോൾ അർബൻ നീഡ് കൂടുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അർബൻ യൂസേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അർബൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലാർജ് ഏരിയ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഒക്കെ വെട്ടി നശിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മുടെ എർത്ത് സർഫസിലെ വെജിറ്റേഷൻ കവർ റെഡ്യൂസ് ചെയ്യാണ്, വിച്ച് കോസ് സോയിൽ ഇറോഷൻ. അതായത് നമ്മൾ സോയിലിലെ വെജിറ്റേഷൻ കവർ റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് സോയിലിന്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാണ്, വിച്ച് കോസ് സോയിൽ ഇറോഷൻ. Then next point is landslides. The stability of slopes determines the vulnerability of landslides or slope failures.
encroachment of urban land into nearby forested or vegetated areas, and the expansion of built-up areas and transportation networks into steeper terrain, destabilizing slopes lead to slope failures. സോ തൊട്ട് മുന്നേ സോയിൽ ഇറോഷൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അർബൺ ഏരിയാസ് ഡെവലപ്ഡ് ആവുന്നതിനനുസരിച്ച് അവർ കൂടുതൽ ഏരിയാസ് അക്വയർ ചെയ്യാണ്. സോ പലപ്പോഴും സ്ലോപ്പി ആയിട്ടുള്ള ഏരിയ അർബൺ യൂസസിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്യുമ്പോൾ സ്ലോപ്പി ഏരിയാസിലെ വെജിറ്റേഷൻ ഫുൾ നമ്മൾ കട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുവഴി സ്ലോപ്പി ഏരിയാസിലെ സോയിലിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നത് വഴി ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. Okay. Next effect of urbanization on land degradation is effect on climate. The conversion of Earth's land surface to urban uses leads to loss in the forest cover of Earth, which in turn going to affect the amount of rain. So urban areas generate ചെയ്യാനായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത് വഴി നമ്മുടെ എർത്ത് സർഫസിലെ വെജിറ്റേഷൻ കവർ റെഡ്യൂസ് ചെയ്യാണ്, വിച്ച് മേ കോസ്റ്റ് റിഡക്ഷൻ ഇൻ എമൗണ്ട് ഓഫ് റെയിൻ. നമുക്ക് ആനുവലി കിട്ടേണ്ട റെയിനിന്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാണ്. എർത്ത് സർഫസിലെ വെജിറ്റേഷൻ കവർ കുറയുന്നത് വഴി നമുക്ക് ആനുവലി കിട്ടേണ്ട റെയിനിന്റെ എമൗണ്ടിൽ വളരെ ഡിക്രീസ് വരുന്നുണ്ട്. It may affect the climatic condition of our environment. Then next is improper waste disposal. Urban activities generate large quantities of city waste, including several biodegradable materials and non-biodegradable materials. Uncollected and improperly handled solid waste may cause serious health consequences. സോ ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ ഈ സിറ്റി ഏരിയാസ് അല്ലെങ്കിൽ ടൗൺ ഏരിയാസിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഡിഗ്രേഡബിൾ അല്ലെങ്കിൽ നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ പല ഹെൽത്ത് കോൺസിക്വൻസസ് ഉണ്ടാക്കും. ആൻഡ് ഓൾസോ ഇറ്റ് കോസസ് ഫൗൾ സ്മെൽ. ആ ഒരു പ്രദേശത്ത് ഫൗൾ സ്മെൽ ജനറേറ്റ് ചെയ്യും. മൈക്രോബിയൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യും. ഹെൽത്ത് ഇഷ്യൂസ് കോസ് ചെയ്യും. Then underground soil polluted ആകും and നമ്മുടെ underground water table polluted ആക്കും. So these are the effect of urbanization on land degradation. 4 effects ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. soil erosion, landslides, effect on climate and improper waste disposal. So next നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ഇമ്പാക്ട് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ ഓൺ ലാൻഡ് ഡിഗ്രഡേഷൻ. Modern agriculture makes use of hybrid seeds of single crop variety, technologically advanced equipment, fertilizers, pesticides and water to produce large amounts of single crop. As agriculture has become more intensive, farmers have become capable of producing higher yields using less labor and less land, but environmental impacts have increased, including potential degradation of the soil and water resources vital to both farm productivity and human health. So modern agriculture ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹൈബ്രിഡ് സീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദേ ആർ യൂസിങ് വെൽ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് വാട്ടർ ടു പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് സിംഗിൾ ക്രോപ്പ്. ഒരു സിംഗിൾ ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ്, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വഴി ഫാമേഴ്സിന്റെ വർക്ക് കുറയാണ്, ബട്ട് പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്. അപ്പോൾ വളരെ കുറച്ച് ലേബർ യൂസ് ചെയ്ത് വളരെ കുറച്ച് ലാൻഡിൽ നിന്നും ഹൈ ഈൽഡിങ് അവർക്ക് ഉണ്ടാകുകയാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് യൂസിങ് മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ്. പക്ഷേ ഇങ്ങനെ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ എൻവയോൺമെന്റിന് വളരെ ഹാംഫുൾ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, സച്ച് ആസ് ലാൻഡ് ഡിഗ്രഡേഷൻ. ആൻഡ് ഓൾസോ ഇറ്റ് മേ ഹാംഫുൾ അഫക്ട് ഹ്യൂമൻ ഹെൽത്തിനെയും ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഓരോ ഇമ്പാക്റ്റ് ആയിട്ട് നോക്കാം.
ഡിഫോറസ്റ്റേഷൻ ആൻഡ് സോയിൽ ഇറോഷൻ. കൂടുതൽ അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ കട്ട് ചെയ്ത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് തുടങ്ങുന്നത് വഴി സോയിലിന് അതിന് ഉണ്ടായിരുന്ന സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാണ് ആൻഡ് ഓൾസോ ക്യാരക്ടറിസ്റ്റിക്സ് വേരി ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ വെജിറ്റേഷൻ സോയിൽ എർത്ത് സർഫസിലെ വെജിറ്റേഷൻ കവർ കട്ട് ചെയ്ത് മാറ്റുന്നത് വഴി നമ്മുടെ സോയിലിനുണ്ടായിരുന്ന സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് മേ കോസ് സോയിൽ ഇറോഷൻ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡാമേജസ്. ഡാമേജസ് എന്ന് പറയുന്നത് മോഡേൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീനറീസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മെഷീനറീസ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സോയിലിൻ്റെ ഇൻബോൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് റെഡ്യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇസ് റോങ് സോയിൽ ടില്ലേജ്. റോങ് സോയിൽ ടില്ലേജ്, അതിലെ സോയിൽ ടില്ലേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അഗ്രികൾച്ചറൽ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ബൈ മെക്കാനിക്കൽ എജിറ്റേഷൻ സച്ച് ആസ് ഡിഗിങ്, സ്റ്റേറിംഗ്, ഓവർടേണിംഗ് എക്സെട്ര. അപ്പോൾ പല അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സോയിൽ ടില്ലേജ് എന്ന് പറയുന്നത്. മെക്കാനിക്കലി നമ്മൾ സോയിലിനെ എജിറ്റേറ്റ് ചെയ്ത് സോയിലിനെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോയിൽ ടില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ ഇറ്റ് മേ അഫക്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാൻഡ് ആൻഡ് ഇൻ ടേൺ ലീഡ്സ് ടു ലാൻഡ് ഡിഗ്രഡേഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് point is loss of soil fertility. The introduction of intensive cultivation to get the maximum production and variety of crops through multiple cropping, crop rotation, crop changing combination from the same unit of land has resulted in the decline of the productivity and total production due to critical limit of the soil. അപ്പോൾ നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ട് കൾട്ടിവേഷൻ, അതായത് മാക്സിമം ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ട് നമ്മുടെ ലാൻഡിൽ കൾട്ടിവേഷൻ നടത്തുന്നത് വഴി നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കൂടുതൽ ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി റെഡ്യൂസ് ആവുകയാണ്. ദെൻ നെക്സ്റ്റ് ഇസ് വാട്ടർ ലോഗിങ്. If water stands on land for most of the year, it is called water logging. In waterlogged condition, pore voids in the soil get filled with water and soil air gets depleted. In such a condition, the roots of plant do not get enough air for respiration. Water logging also leads to low mechanical strength of soil and low crop yield. വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ലാൻഡിൽ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുറേ സമയം വെള്ളം കെട്ടിക്കിടക്കുന്നതിനെയാണ് നമ്മൾ വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വാട്ടർ ലോഗ്ഡ് കണ്ടീഷൻസിലായിരിക്കുമ്പോൾ നമ്മുടെ സോയിലിൽ എയർ വാട്ടർ മിക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വെജിറ്റേഷൻ്റെ റൂട്ട്സിന് വാട്ടർ സോയിലിലോട്ട് പെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല. സോ ഇങ്ങനെ വാട്ടർ ലോഗിങ് കാരണം എന്ത് സംഭവിക്കും? നമ്മുടെ സോയിലിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും ആൻഡ് ഓൾസോ crop production reduce. Then next point is excessive use of fertilizers. അപ്പോൾ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് കാരണം സംഭവിക്കുന്നത്, നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അധികം യൂസ് ചെയ്യുന്നത് കാരണം ഒന്നോ രണ്ടോ തവണ നമുക്ക് ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ എക്സസീവായിട്ട് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സോയിലിൻ്റെ പ്രോപ്പർട്ടി റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ കൂടുതലായിട്ടും നൈട്രേറ്റ്, ഫോസ്ഫേറ്റ് പോലെയുള്ള കോൺസ്റ്റുവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഈ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ നിന്നും വരുന്ന റൺ ഓഫിൽ നൈട്രേറ്റ്, ഫോസ്ഫേറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. ഈ റൺ ഓഫ് നമ്മുടെ വാട്ടർ ബോഡീസിൽ എത്തിച്ചേരുമ്പോൾ അവിടെ യൂട്രോഫിക്കേഷൻ കോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, അതായത് ആൽഗൽ ബ്ലൂം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ എക്സസീവായിട്ട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂട്രോഫിക്കേഷൻ ഉണ്ടാകും ആൻഡ് ഓൾസോ നമ്മുടെ സോയിലിൻ്റെ നാച്ചുറൽ പ്രോപ്പർട്ടിയെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. ഇതും തൊട്ട് മുന്നേ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നത് വഴി നമ്മുടെ സോയിലിൽ ഈ പെസ്റ്റിസൈഡ്സ് എത്തിച്ചേരും. ആ സോയിലിലൂടെ പെസ്റ്റിസൈഡ്സ് ഒക്കെ പെൻട്രേറ്റ് ചെയ്ത് സബ് സർഫസ് സോയിലോട്ട് പോകും. സോ നമ്മുടെ സോയിലിൻ്റെ എല്ലാ ലെയേഴ്സിലും ഈ പെസ്റ്റിസൈഡ്സ് പെൻട്രേറ്റ് ചെയ്ത് പോകുന്ന വഴി നമ്മുടെ സോയിലിൻ്റെ പ്രോപ്പർട്ടിയും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം ചേഞ്ച് ആവും. Okay. Then next is increase in soil salinity. The increase in soil salinity, salination is an effect of salt accumulation in the soil.
പല അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും വഴി നമ്മുടെ സോയിലിൽ സോൾട്ടിന്റെ പ്രസൻസ് കൂടുന്നതിനെയാണ് സലൈനേഷൻ അല്ലെങ്കിൽ സോയിൽ സലൈനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സോയിൽ സലൈനിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് അഫക്ട്സ് ദി പ്രോപ്പർട്ടി ഓഫ് സോയിൽ. സോയിലിന്റെ പ്രോപ്പർട്ടി ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. സോ സോയിൽ സലൈനിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, ഈ സോൾട്സിന്റെ പ്രസൻസ് ഇൻക്രീസ് ചെയ്യുന്നത് ബൈ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. സോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇഫക്റ്റ് ഓഫ് അർബനൈസേഷൻ ഓൺ ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് ഇമ്പാക്ട് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ ഓൺ ലാൻഡ് ഡിഗ്രഡേഷൻ. ഈ രണ്ട് ടോപ്പിക്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.